നിങ്ങൾ കണ്ട ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു മൊബൈൽ ക്യാമറ വെച്ചാണ്. ഇതുപോലെ നിങ്ങൾക്കും വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതിന് മൊബൈൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ ഒരു ഡിവൈസ് കൂടെ വേണം. ആ ഡിവൈസിനെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ. ജിംബലുടെ കൂട്ടത്തിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ഒരു കമ്പനിയാണ് DJI. അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ DJI Osmo Mobile 4 അല്ലെങ്കിൽ DJI OM4നെ കുറിച്ച് വിശദമായി നോക്കാം. വളരെ മികച്ച രീതിയിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ ഈ ജിംബൽ വളരെ സഹായകമാണ്. അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. DJI OM4ന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ മാഗ്നറ്റിക് കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ മാഗ്നറ്റിക് കണക്ഷൻ ഉള്ളത് കാരണം ഇത് എളുപ്പം ബാലൻസ് ചെയ്യാൻ കഴിയും. കൂടാതെ ഈ ക്ലാമ്പ് എളുപ്പം ഫിക്സ് ചെയ്യാനും റിമൂവ് ചെയ്യാനും കഴിയും. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഈ മാഗ്നറ്റിക് ക്ലാമ്പ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ജിംബലിൻ്റെ ഈ മാഗ്നറ്റിക്കിലേക്ക് ഫോൺ എളുപ്പം ഫിക്സ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് വീണ് പോകുന്ന ആരും പേടിക്കേണ്ട, അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ആർക്കും വളരെ എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ ബട്ടൺസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന M എന്ന ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജിംബൽ ഓൺ ആകും. ഈ M എന്ന ബട്ടൺ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് മോഡിലേക്കും വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോർട്രേറ്റ് മോഡിലേക്കും മാറും. ഈ കാണുന്ന റെഡ് ബട്ടണാണ് റെക്കോർഡ് ബട്ടൺ. ഇതുപയോഗിച്ച് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും സാധിക്കും. ഈ കാണുന്ന ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് ഫോണിനെ പല ആംഗിളിലേക്ക് തിരിക്കാൻ സാധിക്കും. ഈ കാണുന്ന സ്ലൈഡർ ബട്ടൺ ഉപയോഗിച്ച് ക്യാമറയെ സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സാധിക്കും. ഇനി ബാക്കിലായി ഒരു ട്രിഗർ ബട്ടൺ കാണാം. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയിലേക്കും ബാക്ക് ക്യാമറയിലേക്കും മാറ്റാൻ സാധിക്കും. USB Type-C പോർട്ട് ഉപയോഗിച്ചാണ് ഇത് ചാർജ് ചെയ്യുന്നത്. ചാർജ് ഔട്ട് എടുക്കാനുള്ള ഒരു പോർട്ടും ഇതിൽ കാണാം. നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഡൗൺ ആയാൽ ഈ USB പോർട്ട് ഉപയോഗിച്ച് നമുക്ക് ഫോണിനെ ചാർജ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു പവർ ബാങ്കായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. 3 ആക്സസ് സ്റ്റെബിലൈസേഷനുള്ള ഈ ജിംബൽ പ്രവർത്തിക്കുന്നത് ബ്ലൂടൂത്ത് വഴിയാണ്. DJI Mimo എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇത് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്യാൻ സാധിക്കുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയി ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ വഴിയാണ് ക്യാമറ വർക്ക് ചെയ്യുന്നത്. ഈ ജിംബലിൽ ആക്റ്റീവ് ട്രാക്ക് എന്നൊരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വളരെ ഉപയോഗപ്രദമായ ഒരു ഓപ്ഷനാണ്. മറ്റൊരു ക്യാമറാമാൻ്റെ സഹായമില്ലാതെ സ്വന്തമായി വീഡിയോ ചെയ്യുന്നവർക്കും ഒരു ഓബ്ജക്റ്റിനെയോ ഒരു ഫേസിനെയോ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഈ ഓപ്ഷൻ സഹായിക്കും. ഇനി ഈ ബോക്സിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഈ ജിംബൽ കൊണ്ട് നടക്കാനുള്ള ഒരു പൗച്ച്, സ്ഥിരമായി ഫിക്സ് ചെയ്യാൻ പറ്റിയ ഒരു മാഗ്നറ്റിക് ക്ലാമ്പ്, ഒരു മെഷർമെൻറ്റ് സ്കെയില്, ഫോണിൽ ഈ മാഗ്നറ്റിക് ക്ലാമ്പ് ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ മെഷർമെൻറ്റ് സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. സ്ഥിരമായി മാഗ്നറ്റിക് ക്ലാമ്പ് ഫിക്സ് ചെയ്ത് വെക്കാത്തവർക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റിയൊരു ക്ലാമ്പാണിത്. ഇതിൻ്റെ കൂടെ ഒരു സ്ട്രാപ്പ് കൂടെ ഉണ്ട്. കൂടാതെ ഒരു ട്രൈപോഡ് ലെഗ് ഉണ്ട്. ഇത് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജിംബലിനെ ഒരു ട്രൈപോഡായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി Type-Cയിൽ ഒരു ചാർജർ കേബിൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ മോഡലായ DJI Osmo Mobile 3ൻ്റെയും DJI Osmo Mobile 4ൻ്റെയും വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.